വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക കാരണം 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പും അതിലെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസുമാണ്. ഈയിടെയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരോ പരീക്ഷ ഡിക്ലെയർ ചെയ്യുന്നതും ചില കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നതും അതിനുശേഷം അടുപ്പിച്ചുള്ള പരീക്ഷകളും വിദ്യാർത്ഥികളുടെ പെർഫോമൻസിനെ അതിയായി ബാധിക്കുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ആദ്യമേ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് നിങ്ങളോട് പറയുന്നുണ്ട്. അതിന് ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരുന്ന മുറയ്ക്ക് തന്നെ ഓരോ വീഡിയോസിലും പറയാറുമുണ്ട്. സംശയമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇനി നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത മാസം അതായത് ജൂൺ മാസത്തിൽ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് മുൻകൂട്ടി തന്നെ പഠിച്ച് വെക്കണം എന്ന് തന്നെയാണ്. നിങ്ങളുടെ പരീക്ഷകൾ അടുപ്പിച്ച് തന്നെയാണ് വരിക. കാരണം ഓരോ സെമസ്റ്റർ പരീക്ഷകളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതും അതിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുള്ളിൽ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകൾ കൊളൈഡ് അഥവാ ചിലപ്പോൾ ഒരുമിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടും വിദ്യാർത്ഥികളിൽ നിന്നുള്ള പലതരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് വരുന്നത് കൊണ്ടും പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഉള്ള സെമസ്റ്റർ അടുപ്പിച്ച് നടത്തിയാൽ ആ പരീക്ഷ കഴിഞ്ഞു, ആ സെമസ്റ്റർ അവസാനിപ്പിച്ചു, തുടർന്ന് മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിൽ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പോകുന്നത്. പല വിദ്യാർത്ഥികളും ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റും ഡീറ്റെയിൽ ടൈം ടേബിൾ വന്നതിന് ശേഷമേ പഠിക്കൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് വാല്യുവേഷൻ ക്യാമ്പിന് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ പരീക്ഷ നടത്താം, വിദ്യാർത്ഥികളെ ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യാം. എന്നാൽ നിങ്ങൾക്കാണെങ്കിൽ ഡിഗ്രി എന്ന പ്രോഗ്രാം ജയിക്കുക തന്നെ വേണം. അതിനുശേഷം ഫർദർ സ്റ്റഡീസോ ജോലിക്ക് പോകണമെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പല പരീക്ഷകളുടെ ഡേറ്റും ഡീറ്റെയിൽ ടൈം ടേബിളും വരുന്നത് വളരെ ലേറ്റായിട്ടാണ്. എന്നാൽ പരീക്ഷ വൺസ് വന്നു കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളും അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് മതിയായ തയ്യാറെടുപ്പുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പല വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് തോക്കുന്നത്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് തെളിയിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, പരീക്ഷയ്ക്ക് തോൽക്കുന്നു. രണ്ടാമത്തെ, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഓൾറെഡി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരോ പരീക്ഷയ്ക്കും ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും സപ്ലിമെൻ്ററി ആണെങ്കിലും പരീക്ഷയ്ക്ക് പൈസ കൂട്ടിയിട്ടുണ്ട്. ആ കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ 5-6 വർഷമാണ് പലപ്പോഴും ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള വർഷവും. അതിനുള്ളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, പരീക്ഷയ്ക്ക് മുൻകൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. പരീക്ഷ അടുപ്പിച്ച് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ജയിക്കുമെന്ന രീതിയിൽ 2-3 തവണ നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ, റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എത്ര ലിബറലായിട്ട് ടീച്ചേഴ്സ് പേപ്പർ നോക്കിയാലും അതിലുള്ള മാർക്കോ കണ്ടൻറ്റോ നിങ്ങളുടെ പേപ്പറിൽ ഇല്ലെങ്കിൽ തോറ്റു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ഇതിനനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. 4ാം സെമസ്റ്ററും 2ാം സെമസ്റ്ററും പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.